ആരാധിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം കഥാവദാസൻ ബിബിൻ നമ്മുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ശുശ്രൂഷയുണ്ടായല്ലോ. കഥാവദാസൻ പറഞ്ഞ ഒരു പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കാണ് ഈ കലണ്ടറും ന്യൂ ഇയറും ഒക്കെ ഉള്ളത്. ഹല്ലേലൂയ. കർത്താവിനൊന്നുമില്ല, നിത്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കാലങ്ങൾക്ക് അതീതനായിരിക്കുന്ന ദൈവം, നിത്യനായ ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ കലണ്ടർ അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിലേക്ക് നാം ഇന്ന് രാത്രി പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ കൈനാളുകളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്കായി ദൈവം നമ്മെ വേർതിരിച്ച് ഒരു സന്ദർഭം നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടും. അപ്പോൾ കാലങ്ങൾ അല്ലെങ്കിൽ ആണ്ടുകൾ പ്രമാണിക്കാനായി ഒരു ചടങ്ങ് പോലെ ചെയ്യുവാനായിട്ട് ദൈവം ഒരിക്കലും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പകരം ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ എല്ലാ ദിനങ്ങളും ദൈവത്താൽ ഉളവാകപ്പെടുന്ന പുതുദിനങ്ങളാണ്. ആ പുതുദിനങ്ങൾ ഓരോ ദിവസവും പുതിയ തീരുമാനങ്ങളോടെ ദൈവത്തോട് ചേർന്ന്, ദിവസങ്ങൾ മാത്രമല്ല, നമ്മൾ ഓരോ മണിക്കൂറുകളും ഓരോ സെക്കൻഡുകളും ദൈവത്തോട് അടുക്കുക. നമ്മൾ ഇവിടെയൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ആ സാഹചര്യങ്ങളെ ഒക്കെ മാറ്റി എല്ലാ വർഷവും എല്ലാ ദിവസവും നമുക്ക് പുതുവത്സരം പോലെ ആയിരിക്കണം. അതായത് പുതിയ തീരുമാനത്തോടായിരിക്കണം ദൈവത്തോട് സമീപിക്കുവാൻ ഇടയായി തീരേണ്ടത്. വീഴ്ചകളെ, പരാജയങ്ങളെ, ഇപ്പോൾ നമുക്ക് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ, പരാജയങ്ങളെ അനലൈസ് ചെയ്ത് എവിടെയാണ് കുറ്റം സംഭവിച്ചത്, എവിടെയാണ് കുറവ് സംഭവിച്ചത്, അത് നികത്തുവാൻ, അത് പരിഹരിക്കുവാൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് എത്തിക്കാം. ദൈവത്തിൽ നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വർഷ ആരംഭത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതായി ദൈവത്തിൽ മനസ്സിലാക്കുക, നാം പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ആണ്ടിന്റെ 1-ാം മാസം 1-ാം തീയതി ചില ദൈവപ്രവർത്തികൾ ആ പർട്ടിക്കുലർ ഡേറ്റ്, 1-ാം മാസം ആണ്ടിന്റെ 1-ാം മാസം 1-ാം തീയതി ആ പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞ് സംഭവിച്ച ചില സംഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ഹിസ്കിയാ രാജാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. തന്റെ സ്വന്തം അപ്പൻ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകന്നു പോയത് പഴയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. തനിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം രാജ്യം പദവിയും തന്നപ്പോൾ താൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത്, ദാവീദ് തന്റെ വല്യപ്പനായ തന്റെ കുടുംബത്തിന്റെ ഹല്ലേലൂയ വംശപരമ്പരയിൽപ്പെട്ട ദാവീദ് ചെയ്തതുപോലെ അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ, ആ പദം ശ്രദ്ധിക്കുക, വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് കുറ്റം തീർത്തു. ഹല്ലേലൂയ. രാജപദവിയിലേക്ക് വന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത മനുഷ്യൻ, അവർ അവസരം ലഭിച്ച മനുഷ്യൻ ആദ്യം ചെയ്തത് ആലയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചിന്തയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അതിന്റെ അറ്റകുറ്റം തീർത്തു. 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ. 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് ഒരാണ്ടിന്റെ ആദ്യത്തെ ദിവസം പ്രയോജനം ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത് നോക്കണമേ, അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ എവിടെയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചത്? ദൈവിക ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എവിടെയാണ് പരാജയം സംഭവിച്ചത്? അതിന്റെ അറ്റകുറ്റങ്ങൾ തീർക്കുവാൻ ഹല്ലേലൂയ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. എന്ന് 1-ാം മാസം 1-ാം തീയതി. ഹല്ലേലൂയ.
യഹൂദ മതത്തിന്റെ കലണ്ടർ അനുസരിച്ചാണ് ഇത് പറയുന്നത്. നമ്മുടെ കലണ്ടറും യഹൂദ കലണ്ടർ വ്യത്യസ്തമാണ്. ആബീബ് മാസം 1-ാം തീയതി എന്നൊക്കെ ഹല്ലേലൂയ പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ അവർ ചെയ്ത കാര്യങ്ങൾ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് വീഴ്ചകളൊന്ന് പഠിച്ച് മടങ്ങി വരവിനുള്ള അവസരങ്ങളായി ഈ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ദൂതുകൾ, മടങ്ങി വരവിന്റെ ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാകും അല്ലേ? അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഉണർവ് നമുക്ക് ഇഷ്ടമാണ്, അഭിഷേകം നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, വിശുദ്ധീകരിക്കുവാൻ, ഹല്ലേലൂയ, അറ്റകുറ്റങ്ങളെ ഒന്ന് തീർക്കുവാൻ, ഹല്ലേലൂയ, ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തതുപോലെ ജീവിതത്തിന്റെ, ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കുവാൻ, ഹല്ലേലൂയ, വിശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. 1-ാം മാസം 16-ാം തീയതി അത് തീർത്തു എന്ന് എഴുതിയിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ കണ്ടോ, വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ യഹോവയോട് ചേർന്നിരുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന ദൈവവിതലേ, ദൈവസഭയെ, കുടുംബങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ രാത്രി ഒരു പദം നിങ്ങളോട് സംസാരിക്കുന്നു. യഹോവയോട് ചേർന്നിരിക്കുക. മറ്റൊന്നും ഇന്ന് രാത്രി കർത്താദാസൻ പറഞ്ഞല്ലോ, തീരുമാനമെടുക്കുക. മറ്റൊന്നും ഇന്ന് രാത്രി തീരുമാനമെടുത്തില്ലെങ്കിലും ഹല്ലേലൂയ, ഒരു കാര്യം ഇന്ന് രാത്രി തീരുമാനിച്ച് മടങ്ങി പോവുക. ഞാൻ യഹോവയോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. താല്പര്യമുണ്ടോ? താല്പര്യമുള്ള കരമൊന്ന് ഉയർത്തി അവനെ സ്തുതിച്ചാട്ട്. യഹോവയോട് ചേർന്നിരുന്നാൽ നീ ദൈവസഭയോട് ചേർന്നിരിക്കും. യഹോവയോട് ചേർന്നിരുന്നാൽ നീ ആരാധനയോട് ചേർന്നിരിക്കും. യഹോവയോട് ചേർന്നിരുന്നാൽ നീ പരിശുദ്ധാത്മാവിൽ ആരാധിക്കും. യഹോവയോട് ചേർന്നിരുന്നാൽ നീ വചനം ധ്യാനിക്കും. യഹോവയോട് ചേർന്നിരുന്നാൽ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറ്റൊന്നും തീരുമാനിച്ചില്ലെങ്കിൽ ഹിസ്കിയാവ് തീരുമാനിച്ചതുപോലെ എന്റെ ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർത്ത് വിശുദ്ധിയിലേക്ക് ഞാൻ മടങ്ങി വന്ന്, അഭിഷേകത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന്, വേർപാടിലേക്ക് ഞാൻ മടങ്ങി വന്ന്, മാത്രമല്ല കർത്താവിനോട് ഞാൻ ചേർന്നിരിക്കും. 2-ാമത്തെ ഒരു പദം അവിടെ എഴുതിയിരിക്കുക, അവനെ വിട്ട പിന്മാറാതെ. അപ്പൊ ചേർന്നിരുന്നാലും, ഒരിക്കൽ ചേർന്നിരിക്കാൻ തീരുമാനിച്ചാലും വിട്ടു പിന്മാറാൻ സാധ്യതകളുണ്ട് അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിലാണ് ഇപ്പോൾ കേട്ടതുപോലെ, അങ്ങനെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ജനറേഷൻ കഴിയും തോറും കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന തലമുറകളുടെ ജനറേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നത് പോലെ, ഹല്ലേലൂയ, മൂഢന്മാരുടെ ലോകമായി ദൈവമില്ല, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, നന്മയുണ്ട്, പണമുണ്ട്, എന്തിന് ദൈവം എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആ തലമുറകൾ, നമ്മുടെ തലമുറയുടെ ആ തലമുറകളിലേക്ക് ഇഴുകി ചേർന്നുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ഹല്ലേലൂയ, ഹിസ്കിയാവിനെ പോലെ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഞാൻ യഹോവയോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. ഞാൻ അവനെ വിട്ടു പിന്മാറുകയില്ല. സ്വന്തം തീരുമാനിക്കാമോ? കരം ഉയർത്തി ഹല്ലേലൂയ, ദൈവസഭ ഒരുമിച്ച് തീരുമാനിച്ചാട്ടെ. ഞാൻ യഹോവയോട് ചേർന്നിരിക്കും. ഞാൻ അവനെ വിട്ട് പിന്മാറുകയില്ല. ഹല്ലേലൂയ. എന്താ ഹിസ്കിയാവേ, നീ പിന്മാറാതിരുന്നാൽ നിനക്കുള്ള ഗുണം അതോടെ പറഞ്ഞ് നാം ആരാധിക്കാൻ പോകുക. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ ഹിസ്കിയാവ് പിന്മാറാതിരുന്നത് കൊണ്ട്, യഹോവയോട് ചേർന്നിരുന്നത് കൊണ്ട് അവനുണ്ടായ ഗുണം എഴുതിയിരിക്കുന്നു. 34-ാമത്തെ വാക്യം, എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് സംരക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം 35-ാമത്തെ വാക്യം, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. യഹോവയോട് ഒരു രാജാവ് ചേർന്നിരുന്നപ്പോൾ, യഹോവയോട് ഒരുവൻ വിട്ടുമാറാതിരുന്നപ്പോൾ, അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവന്റെ സൈന്യമല്ല. ഹല്ലേലൂയ. 1,85,000 പേരെ നിഗ്രഹിക്കേണ്ടതിന് അശ്ശൂർ രാജാവ് പടയൊരുക്കിയപ്പോൾ യഹോവയുടെ ദൂതൻ അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കുക. ദൈവസഭയിൽ ചേർന്നിരുന്നാൽ, നീ വിട്ടുമാറാതിരുന്നാൽ, നീ ചേർന്നിരുന്നാൽ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന
പോവുകയാണ്. നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി, ഹല്ലേലൂയ, കഴിഞ്ഞ വർഷം ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ചേർന്ന് നമുക്ക് പാടാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ